നമസ്കാരം. സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ചോദ്യപേപ്പർ ചോർച്ച, സർക്കാർ ഓഫീസുകളിലേക്ക് SFI മാർച്ച്. കുഡ്ലു ബാങ്ക് കവർച്ച, പോലീസ് അന്വേഷണം ശക്തമാക്കി. ADGP സ്ഥലം സന്ദർശിച്ചു. അജാനൂർ മിനി ഹാർബർ സർവേ പ്രവർത്തനങ്ങൾ തുടങ്ങി. തുറമുഖ വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി. ലോക സാക്ഷരതാ ദിനം വിവിധ പരിപാടികളോടെ ആചരിച്ചു. സാക്ഷരതാ ദിന റാലിയും നടന്നു. ദേശീയ അധ്യാപക പുരസ്കാരം ഏറ്റുവാങ്ങിയ കൊടക്കാട് നാരായണനെ കാഞ്ഞങ്ങാട്ട് സ്വീകരണം. അനന്തപത്മനാഭനെ ഉപാസിച്ച മരുതമ്പാടി നാരായണൻ പത്മനാഭന് പുല്ലൂർ കണ്ണച്ചൻ ദേവസ്ഥാനത്ത് സ്വീകരണം. വാർത്തകൾ വിശദമായി. പരീക്ഷാ പേപ്പർ ചോർച്ചയ്ക്കെതിരെ പ്രതിഷേധം. SFI പ്രവർത്തകർ താലൂക്ക് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. സംസ്ഥാനത്ത് പരീക്ഷാ ചോദ്യപേപ്പറിന്റെ ചോർച്ചയ്ക്കെതിരെ SFI സംസ്ഥാന വ്യാപകമായി സർക്കാർ ഓഫീസുകളിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. ഹോസ്ദുർഗ് താലൂക്ക് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ പ്രതിഷേധമിരമ്പി. പാഠപുസ്തകം അച്ചടി സ്വകാര്യ പ്രസിനെ ഏൽപ്പിച്ച നടപടി അംഗീകരിക്കാനാവില്ലെന്ന് നേതാക്കൾ പറഞ്ഞു. കോട്ടച്ചേരിയിൽ നിന്നും ആരംഭിച്ച മാർച്ച് സിവിൽ സ്റ്റേഷന് മുന്നിൽ വെച്ച് പോലീസ് തടഞ്ഞു. സമരം DYFI ജില്ലാ സെക്രട്ടറി K മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട താലൂക്ക് ഓഫീസ് കേന്ദ്രത്തിലേക്ക് ഇതുപോലെയുള്ള വിദ്യാർത്ഥി മാർച്ച് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വിദ്യാർത്ഥി മാർച്ചിന് ഇടയായ സാഹചര്യത്തെ സംബന്ധിച്ചും കേരളീയ വിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്ന കേരളത്തിലെ UDF ഗവൺമെന്റിന്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ നെറികെട്ട നിലപാടുകൾക്കുമെതിരായി ഏറ്റവും ശക്തമായ വിദ്യാഭ്യാസ പ്രക്ഷോഭം കേരളത്തിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ ഈ കേരളത്തിലെ കച്ചവട വിദ്യാഭ്യാസ ലോബിക്ക് വേണ്ടി അടിയറ വെച്ച് കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസത്തെ തകർക്കാൻ ഈ കച്ചവട വിദ്യാഭ്യാസ ദല്ലാളന്മാരിൽ നിന്നും അച്ചാരം വാങ്ങുന്ന ആളായി കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് പരീക്ഷകളെ പോലും അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമീപനങ്ങൾ സ്വീകരിച്ചുകൊണ്ട് കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ മുന്നോട്ട് പോകുന്നു. SFI ജില്ലാ പ്രസിഡന്റ് വൈശാഖ് അധ്യക്ഷനായി. SFI സംസ്ഥാന കമ്മിറ്റി അംഗം മീര ചന്ദ്രൻ, K ശ്യാംചന്ദ്രൻ, സുഭാഷ് പാടി, വൈശാഖ് ശോഭനൻ, K മഹേഷ് തുടങ്ങിയവർ സംസാരിച്ചു. കുഡ്ലു ബാങ്ക് കവർച്ച അന്വേഷണ പുരോഗതി വിലയിരുത്താൻ ADGP എത്തി. ബുധനാഴ്ച രാവിലെയാണ് ADGP ശങ്കരൻ റെഡ്ഡി ജില്ലയിലെത്തിയത്. ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ ശ്രീനിവാസയുമായി ADGP കൂടിക്കാഴ്ച നടത്തി. കുഡ്ലു സർവീസ് സഹകരണ ബാങ്കിന്റെ ഏരിയ ശാഖയിൽ നടന്ന കവർച്ചയെക്കുറിച്ച് മനസ്സിലാക്കാനും അന്വേഷണ പുരോഗതി വിലയിരുത്താനുമായി ADGP ശങ്കർ റെഡ്ഡി ജില്ലയിലെത്തി. ജില്ലാ പോലീസ് ആസ്ഥാനത്ത് ബുധനാഴ്ച രാവിലെ എത്തിയ ADGP ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ A ശ്രീനിവാസയുമായി കൂടിക്കാഴ്ച നടത്തി. ബാങ്കിലെത്തിയ ADGP ശങ്കർ റെഡ്ഡി നേരിട്ട് തെളിവെടുപ്പ് നടത്തി. ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുക. എല്ലാ വശങ്ങളും പോലീസ് വളരെ കാര്യക്ഷമമായിട്ട് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനൊരു DYSPയുടെ നേതൃത്വത്തിലുള്ള ഒരു ടീം തന്നെ ഫോം ചെയ്തിരിക്കുകയാണ്. എല്ലാ വശങ്ങളും പരിശോധിക്കുന്നുണ്ട്. ബാങ്ക് ഇപ്പോൾ ഇതൊക്കെ ഒരു ഇൻഷുറൻസ് ഒക്കെ എടുത്തിട്ടുണ്ട്. അവർ ഈ ഫയർ ഇൻഷുറൻസ്, ബർഗ്ലറി ഇൻഷുറൻസ്, ഇപ്പോൾ 7 കോടി രൂപ സ്വർണത്തിന് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്. പിന്നെ ക്യാഷിന് ഒരു നിയർലി 11 ലക്ഷത്തിൻ്റെ ക്യാഷിൻ്റെ ഇൻഷുറൻസ് ഉണ്ട്. തിങ്കളാഴ്ച ഉച്ചയ്ക്കാണ് നാടിനെ നടുക്കിയ കവർച്ച നടന്നത്. 21 കിലോ സ്വർണവും 12 ലക്ഷം രൂപയും കവർന്ന സംഘം സ്ത്രീകളെ കെട്ടിയിട്ടാണ് കവർച്ച നടത്തിയത്. DYSP TP രഞ്ജിത്തിന്റെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം കേസ് അന്വേഷിച്ചു വരുന്നു.
സുരക്ഷാ സംവിധാനങ്ങളുടെ അപര്യാപ്തതയാണ് ബാങ്ക് കൊള്ളയ്ക്ക് സഹായകരമായതെന്നും കാസർഗോഡൻ ഭാഷ സംസാരിക്കുന്നവരാണ് കവർച്ച നടത്തിയതെന്നും കഴിഞ്ഞ ദിവസം ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ എ ശ്രീനിവാസ പറഞ്ഞിരുന്നു. ഈ പശ്ചാത്തലത്തിൽ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. CI സുധാകരൻ നേതൃത്വം നൽകുന്ന അന്വേഷണ സംഘം കേസിലെ പ്രതികളെ എത്രയും പെട്ടെന്ന് കണ്ടെത്താനുള്ള നടപടികളുമായി മുമ്പോട്ട് പോവുകയാണ്. കർണാടക പോലീസിന്റെ സഹായവും തേടിയിട്ടുണ്ടെന്നും പ്രതികൾ ഉടൻ വലയിലാകുമെന്നും ADGP അറിയിച്ചു. അജാനൂർ കടപ്പുറത്തെ മിനി ഹാർബർ നിർമ്മാണത്തിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങി. തുറമുഖ വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചു. അജാനൂർ കടപ്പുറത്ത് മിനി ഹാർബർ നിർമ്മിക്കുന്നതിന്റെ മുന്നോടിയായി കടലിന്റെ വേലിയേറ്റവും വേലിയിറക്കവും പഠിക്കുന്നതിനായി കറന്റ് മീറ്റർ ഉപയോഗിച്ച് പഠനം നടത്തി. വിദേശത്തു നിന്നും ഇറക്കുമതി ചെയ്ത ഉപകരണം ഉപയോഗിച്ച് 15 ദിവസത്തിനകത്ത് വേലിയേറ്റവും വേലിയിറക്കവും വ്യത്യാസപ്പെടുന്നത് സംബന്ധിച്ച പഠനം നടക്കും. ജലനിരപ്പിന്റെ ഉയർച്ച താഴ്ചകളും സംഘം പഠനം നടത്തി. ഒഴുക്കിന്റെ ഗതിയും പരിശോധിച്ചു. ഓരോ മാസവും കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് പഠനം നടത്തും. തുറമുഖ വകുപ്പ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ T ജയദീപ്, ഉദ്യോഗസ്ഥന്മാരായ K രാജേഷ്, ബിനു ആൽബർട്ട്, A ജയന്തൻ, ശശി തുടങ്ങിയവരും കൂടെ ഉണ്ടായിരുന്നു. ദേശീയ അധ്യാപക പുരസ്കാരം ഏറ്റുവാങ്ങിയ അരയി ഗവൺമെന്റ് UP സ്കൂൾ പ്രധാന അധ്യാപകൻ കൊടക്കാട് നാരായണന് സ്വീകരണം നൽകി. കാഞ്ഞങ്ങാട് പൗരാവലിയുടെ നേതൃത്വത്തിലാണ് സ്വീകരണം സംഘടിപ്പിച്ചത്. ദേശീയ അധ്യാപക പുരസ്കാരം രാഷ്ട്രപതിയിൽ നിന്നും ഏറ്റുവാങ്ങിയ ശേഷം കാഞ്ഞങ്ങാട്ടെത്തിയ അരയി സ്കൂൾ പ്രധാനാധ്യാപകൻ കൊടക്കാട് നാരായണന് ഊഷ്മളമായ വരവേൽപ്പാണ് കാഞ്ഞങ്ങാട്ടെ പൗരാവലി ഏർപ്പെടുത്തിയത്. കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അദ്ദേഹത്തെ വാദ്യമേളങ്ങളും മുത്തക്കുടകളുമായി സ്വീകരിച്ചാനയിച്ചു. തുടർന്ന് മാന്തോപ്പ് മൈതാനിയിൽ സ്വീകരണ പൊതുയോഗം നടന്നു. അനുമോദന യോഗം P കരുണാകരൻ MP ഉദ്ഘാടനം ചെയ്തു. അഭിമാനിക്കാൻ വേണ്ടി കഴിയും. നമ്മുടെ വിദ്യാർത്ഥികൾക്ക്, അധ്യാപകർക്ക്, അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾക്കൊക്കെ ഏറ്റവും വലിയ അനർഘമായിട്ടുള്ള ഒരു നിമിഷമാണ് കാഞ്ഞങ്ങാട് വെച്ച് ചേരുന്ന അദ്ദേഹത്തിന് നൽകുന്ന ഈ സ്വീകരണം. ഈ കോരിച്ചൊരിയുന്ന മഴയത്തും നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ പങ്കെടുത്തത് തന്നെ യഥാർത്ഥത്തിൽ അദ്ദേഹത്തോടുള്ള ആദരവും അതുപോലെ തന്നെ വിദ്യാഭ്യാസ രംഗത്ത് ഈ നല്ല മനുഷ്യൻ ചെയ്ത സേവനങ്ങളും അനുസ്മരിച്ചുകൊണ്ട് തന്നെ. നഗരസഭാ ചെയർപേഴ്സൺ K ദിവ്യ അധ്യക്ഷയായി. നഗരസഭാ വൈസ് ചെയർമാൻ പ്രഭാകരൻ വാഴുന്നോറടി, C ജാനകിക്കുട്ടി, CK വത്സലൻ, K യൂസഫ് ഹാജി, ഓസ്തൃക് AEO TM സദാനന്ദൻ, KK വത്സലൻ, PP രാജു, ജലീൽ കാർത്തിക, P രാജൻ, ശോഭന കൊഴുമ്മൽ, KV ബൈജു തുടങ്ങിയവർ സംസാരിച്ചു. അരയുടെ കീർത്തി വളർത്തിയ അധ്യാപകൻ കൊടക്കാട് നാരായണന് സ്വീകരണം നൽകി. അരയി ഗവൺമെന്റ് UP സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്നാണ് സ്വീകരണം നൽകിയത്. ദേശീയ അധ്യാപക പുരസ്കാരം ഏറ്റുവാങ്ങിയ ശേഷം സ്കൂളിലെത്തിയ പ്രധാനാധ്യാപകൻ കൊടക്കാട് നാരായണനെ അരയി സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് ഊഷ്മളമായി വരവേറ്റു. സ്കൂളിന്റെയും നാടിന്റെയും യശസ് ഉയർത്തിയ കൊടക്കാട് നാരായണന് സ്കൂളിൽ ഉചിതമായ വരവേൽപ്പാണ് ലഭിച്ചത്. തങ്ങളുടെ പ്രിയപ്പെട്ട ഹെഡ് മാസ്റ്ററെ കാണാനും സ്നേഹം പങ്കിടാനും സ്കൂൾ വിദ്യാർത്ഥികൾ തിടുക്കം കാട്ടുന്നത് കാണാമായിരുന്നു. അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ചേർന്ന് സ്കൂൾ മുറ്റത്തേക്ക് ആനയിച്ചു. തുടർന്ന് നടന്ന സ്വീകരണ ചടങ്ങിൽ ശോഭന കൊഴുമ്മൽ അധ്യക്ഷയായി. കൃഷ്ണൻ മേസ്ത്രി, K അമ്പാടി, V വിജയകുമാരി, ഹേമാവതി, K വനജ, സിനി അബ്രഹാം, ശരത്, ബിന്ദു, KV ബൈജു തുടങ്ങിയവർ സംസാരിച്ചു.
ജില്ലാ സാക്ഷരതാ മിഷന്റെ ആഭിമുഖ്യത്തിൽ ലോക സാക്ഷരതാ ദിനം ആചരിച്ചു. മിഷന്റെ നേതൃത്വത്തിൽ സാക്ഷരതാ റാലിയും സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്യാമളാദേവി റാലി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സാക്ഷരതാ മിഷന്റെ ആഭിമുഖ്യത്തിൽ ലോക സാക്ഷരതാ ദിനം ആചരിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്യാമളാദേവി സാക്ഷരതാ റാലി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി പി രാജ്മോഹൻ സാക്ഷരതാ പതാക ഉയർത്തി. സംസ്ഥാന റിസോഴ്സ് സെന്റർ പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ പി ബൈജു മുഖ്യാതിഥിയായി. ജില്ലാ സാക്ഷരതാ മിഷൻ കോർഡിനേറ്റർ എൻ ബാബു, ജില്ലാ സാക്ഷരതാ സമിതി അംഗം വി രാഘവൻ, സാക്ഷരതാ പ്രേരക് പ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു. അനന്തപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പെരിയ നമ്പി സ്ഥാനമൊഴിഞ്ഞ മരുതമ്പാടി നാരായണൻ പത്മനാഭന് സ്വീകരണം നൽകി. പുല്ലൂർ പള്ളയിൽ കണ്ണച്ചൻ ദേവസ്ഥാന സമിതിയാണ് സ്വീകരണം ഏർപ്പെടുത്തിയത്. 8 വർഷക്കാലത്തെ ഉപാസനയ്ക്ക് ശേഷം തിരുവനന്തപുരം അനന്തപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പെരിയ നമ്പി സ്ഥാനം ഒഴിഞ്ഞ മരുതം നാരായണൻ പത്മനാഭന് സ്വീകരണം നൽകി. തന്ത്രി കുടുംബാംഗമായ നാരായണൻ പത്മനാഭനെ പുല്ലൂർ പള്ളയിൽ കണ്ണച്ചൻ ദേവസ്ഥാനത്തേക്ക് സ്വീകരിച്ചാനയിച്ചു. ദേവസ്ഥാനത്തിന്റെ തന്ത്രിസ്ഥാനമുള്ള നാരായണൻ പത്മനാഭനെ വാദ്യമേളങ്ങളോടെ ദേവസ്ഥാനത്തേക്ക് വരവേറ്റു. മധുരമ്പാടി ഇല്ലത്തു നിന്നും വാദ്യമേളങ്ങളും വെടിക്കെട്ടുമായി ആനയിക്കുകയുണ്ടായി. സ്ത്രീകളും കുട്ടികളുമടക്കം നിരവധി പേർ സ്വീകരണത്തിനെത്തിയിരുന്നു. ദേവസ്ഥാനത്തിന്റെ ആചാരക്കാരൻ പള്ളയിൽ കുറുപ്പിൽ നിന്നും അദ്ദേഹം ഉപഹാരം ഏറ്റുവാങ്ങി. തുടർന്ന് ദേവസ്ഥാനത്ത് വിശേഷാൽ പൂജകളും ചൊവ്വവിളക്കും നടന്നു. CPIM മടിക്കൈ അമ്പലത്തുകര ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്ന കുഞ്ഞമ്പു മാസ്റ്ററുടെ 1ാം ചരമവാർഷികം ആചരിച്ചു. റാക്കോലിൽ അനുസ്മരണ യോഗം നടന്നു. മടിക്കൈ അമ്പലത്തുകരയിലെ CPIMന്റെ ആദ്യകാല നേതാവായിരുന്ന കുഞ്ഞമ്പു മാസ്റ്ററുടെ 1ാം ചരമവാർഷികം വൈവിധ്യമാർന്ന പരിപാടികളോടെ ആചരിച്ചു. റാക്കോലിൽ നടന്ന അനുസ്മരണ സമ്മേളനം CPM ജില്ലാ കമ്മിറ്റി അംഗം C പ്രഭാകരൻ ഉദ്ഘാടനം ചെയ്തു. ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് ജനങ്ങളുടെ മുഴുവൻ പ്രശ്നങ്ങളിലും ഇടപെടുകയും ചെയ്യുന്ന ഉത്തമനായ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനായിരുന്നു സഖാവ് കുഞ്ഞമ്പു മാസ്റ്റർ എന്ന് നമുക്കറിയാൻ വേണ്ടി. ഈ പ്രദേശത്തിലെ ജനങ്ങളുടെ ആകെ തന്നെ ഒരു അധ്യാപകൻ എന്ന രീതിയിൽ മാത്രമല്ല, ഒരു രക്ഷിതാവ് എന്നുള്ള രീതിയിലാണ് സഖാവ് പ്രവർത്തിച്ചിരുന്നത്. ഞങ്ങളെയൊക്കെ തന്നെ ചെറുപ്പകാലത്ത് അധ്യാപകൻ എന്നുള്ള രീതിയിലും ഒരു സഖാവ് എന്നുള്ള രീതിയിലും സർവോപരി ഒരു ജ്യേഷ്ഠ സഹോദരൻ എന്നുള്ള രീതിയിലുമാണ് മാഷ് ഓരോ ഘട്ടത്തിലും എന്നെ പോലുള്ള സഖാക്കളെ കണ്ടിരുന്നത്. N രാഘവൻ അധ്യക്ഷനായി. M രാജൻ, M കുഞ്ഞമ്പു, ചന്തുഞ്ഞി, മടത്തനാട്ട് രാജൻ, NK കൃഷ്ണൻ, K നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. മഞ്ചേശ്വരം റെയിൽവേ സ്റ്റേഷനിൽ യാത്രക്കാർക്ക് ഭീഷണിയായി ഗുഡ്സ് വാഗനുകൾ. ബുധനാഴ്ച മുതൽ 2 വാഗണുകളാണ് ഇവിടെ നിർത്തിയിട്ടിരിക്കുന്നത്. പ്രക്ഷോഭത്തിന് തയ്യാറായി നാട്ടുകാർ. ഇത് മഞ്ചേശ്വരം റെയിൽവേ സ്റ്റേഷൻ. വേണ്ടത്ര വികസനമൊന്നുമില്ലെങ്കിലും ജനങ്ങൾക്ക് ആശ്രയമായി കരുതാൻ ഒരു റെയിൽവേ സ്റ്റേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഏകദേശം 5 വർഷം മുൻപ് വരെ നിരന്തരം ഗുഡ്സ് ട്രെയിനുകൾ നിർത്തിയിടാൻ ഒരു താവളമായി റെയിൽവേ കണ്ടെത്തിയത് ഈ സ്റ്റേഷനെയാണ്. ഗുഡ്സ് ട്രെയിൻ നിർത്തിയിട്ടാൽ പിന്നെ യാത്രക്കാർക്ക് പുറത്തിറങ്ങാൻ വഴിയില്ലാത്ത സ്ഥിതിയാണ് ഇവിടെ കണ്ടുവരുന്നത്. വിദ്യാർത്ഥികളും മറ്റ് യാത്രക്കാരും ട്രെയിനിന്റെ അടിഭാഗത്തു കൂടിയാണ് പുറത്തേക്ക് കടക്കുന്നത്. ഇത് വൻ അപകടത്തിനാണ് വഴിവെക്കുന്നത്. ഇങ്ങനെ യാത്രക്കാർ അടിഭാഗത്തുകൂടെ കടന്നു പോകുമ്പോൾ 2 പ്രാവശ്യം ട്രെയിൻ നീങ്ങിയത് കാരണം 2 പേർ മരിച്ച സംഭവം വരെ ഉണ്ടായിട്ടുണ്ട്. ട്രെയിൻ നിർത്തിയിടുന്നതിനെതിരെ മഞ്ചേശ്വരം കൺസ്യൂമർ സൊസൈറ്റിയും ജനങ്ങളും ചേർന്ന് MP കരുണാകരനും മന്ത്രിക്കും MLAക്കും നിവേദനം നൽകിയിരുന്നു. ഈ പശ്ചാത്തലത്തിൽ കുറച്ചു കാലത്തേക്ക് ഗുഡ്സ് നിർത്തിയിടുന്നത് തൽക്കാലം അവസാനിപ്പിച്ചിരുന്നുവെങ്കിലും വീണ്ടും ഇവിടെ ഗുഡ്സ് ദിവസങ്ങളോളം നിർത്തിയിടാൻ തുടങ്ങിയിരിക്കുന്നു. ഇവിടെ നിന്നും മംഗലാപുരം കാസർഗോഡ് ഭാഗത്തേക്കുള്ള റോഡിലേക്ക് പോകാനുള്ള വഴി അടഞ്ഞുകിടക്കുകയാണ്. ഇത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ജനങ്ങൾ നിരന്തരം സമരം ചെയ്തെങ്കിലും ഇതിന് പരിഹാരമുണ്ടാക്കാൻ റെയിൽവേ തയ്യാറാകുന്നില്ല. ബുധനാഴ്ച മുതൽ 2 ഗുഡ്സ് ട്രെയിനുകൾ ഇവിടെ നിർത്തിയിട്ടിരിക്കുകയാണ്. ജനങ്ങളുടെ വഴി തടയുന്ന റെയിൽവേയുടെ ഈ നീക്കത്തെക്കുറിച്ച് ഇനി ആരോട് പരാതി പറയും? റഹ്മാൻ ഉദ്യാവാര, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് PN സത്യൻ മാസ്റ്ററെ ആദരിച്ചു. പാടി ഗ്രാമവാസികളാണ് ആദരിക്കൽ ചടങ്ങ് സംഘടിപ്പിച്ചത്. അത്രക്കുഴി GLP സ്കൂൾ അധ്യാപകനാണ് സത്യൻ മാസ്റ്റർ. സത്യസന്ധതയും ആത്മാർത്ഥതയും സുതാര്യതയും അധ്യാപന ജീവിതത്തിൽ കൈമുതലാക്കിയ PN സത്യൻ മാസ്റ്ററെ പാടി ഗ്രാമം ആദരിച്ചു.
ഈ വർഷത്തെ സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവാണ് സത്യൻ മാസ്റ്റർ. മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഇ പത്മാവതി ആദരിക്കൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും നല്ല അധ്യാപകനുള്ള അവാർഡ് ഒരു വ്യക്തി എന്നുള്ള ഒരു അധ്യാപകന് ലഭിക്കുന്ന അവാർഡിനേക്കാൾ മാഷ് ഇപ്പോഴും സന്തോഷിക്കുന്നത് ഏറ്റവും നല്ല PTA-ക്ക് അതിർക്കുഴി സ്കൂളിന് സമ്മാനം കിട്ടിയപ്പോഴാണ്. ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു അനുമോദനം ലഭിക്കുക എന്നുള്ളത് ഏതൊരാൾക്കും വളരെ അഭിമാനകരമായിട്ടുള്ള സന്തോഷകരമായിട്ടുള്ള കാര്യമായിരിക്കും. സംഘാടക സമിതി ചെയർമാൻ CV കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സാമൂഹ്യപരമായും വിദ്യാഭ്യാസപരമായും ഏറെ പിന്നോക്കം നിന്ന അതിർക്കുഴി ഗവൺമെന്റ് LP സ്കൂളിനെ സംസ്ഥാനത്തിന് തന്നെ ഒരു മാതൃകാ വിദ്യാലയമാക്കി ഉയർത്തിക്കൊണ്ടുവന്നത് PN സത്യൻ മാസ്റ്ററാണ്. നാടിന്റെ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യമായ സത്യൻ മാസ്റ്ററെ പാടി ഗ്രാമം നെഞ്ചോട് ചേർത്തു. മുൻ AEO PK ആചാര്യാണ് മാസ്റ്ററെ ആദരിച്ചത്. വാർഡ് മെമ്പർ T അപ്പക്കുഞ്ഞി, PM നാരായണൻ, M പ്രഭാകരൻ, VN രവീന്ദ്രൻ, മണികണ്ഠൻ, പ്രശാന്ത്, ശരത്, P ബാലകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. സംസ്ഥാന ജൂനിയർ തൈക്കൊണ്ടോ ചാമ്പ്യൻഷിപ്പിന് കാടങ്കോട്ട് ഒരുക്കങ്ങൾ സജീവമായി. സംഘാടക സമിതി ഓഫീസ് P കരുണാകരൻ MP ഉദ്ഘാടനം ചെയ്തു. സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം പാഠ്യവിഷയങ്ങളോടൊപ്പം പാഠ്യേതര വിഷയങ്ങളെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വിവിധ മേഖലകളിലെ മത്സരങ്ങളിൽ ഒന്നാം സ്ഥാനത്തെത്താൻ സാധിച്ചിട്ടുണ്ട്. അതിന് മുൻകൈയെടുത്ത സ്കൂൾ പ്രിൻസിപ്പാലിനെയും അതുപോലെ പ്രിൻസിപ്പൽ മാനേജ്മെന്റിനെയും എല്ലാം തന്നെ ഈ സന്ദർഭത്തിൽ ഭാഗമായിട്ട് അഭിനന്ദിക്കുന്നു. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ, കേരള സ്പോർട്സ് കൗൺസിൽ, തൈക്കണ്ടോ അസോസിയേഷൻ ഓഫ് കേരള എന്നിവയുടെ നേതൃത്വത്തിലുള്ള സംസ്ഥാന ജൂനിയർ തൈക്കണ്ടോ ചാമ്പ്യൻഷിപ്പ് ഒക്ടോബർ 16 മുതൽ 18 വരെ കോട്ടപ്പള്ളി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് നടക്കുക. ചടങ്ങിൽ സുഭാഷ് ചന്ദ്രബോസ് അധ്യക്ഷത വഹിച്ചു. മുനമ്പത്ത് ഗോവിന്ദൻ, ലത്തീഫ് നീലഗിരി, TV റിയാസ്, PP മുസ്തഫ, KV ശശിധരൻ, V നാരായണൻ, പൊറാക്ട് മുഹമ്മദ്, KK ബാലകൃഷ്ണൻ, AK ചന്ദ്രൻ, സജീവൻ മടിവയൽ എന്നിവർ സംസാരിച്ചു. യുവതീ യുവാക്കൾക്ക് കാർഷിക മേഖലയിൽ തൊഴിലവസരം ലഭ്യമാക്കാൻ നീലേശ്വരത്ത് അഗ്രോ സർവീസ് സെന്റർ കാർഷിക യന്ത്രങ്ങളുടെ ഉപയോഗത്തിലും പരിപാലനത്തിലും വിദഗ്ധ പരിശീലനത്തിന് കളമൊരുക്കിയാണ് അഗ്രോ സർവീസ് സെന്റർ പുതിയ ചുവടുവെക്കുന്നത്. കാർഷിക മേഖലയിലേക്ക് പുതിയ തലമുറ വേണ്ട രീതിയിൽ ശ്രദ്ധ പതിപ്പിക്കുന്നില്ല എന്ന പരാതികൾക്കിടയിലാണ് യുവതി യുവാക്കൾക്ക് പുതിയ തൊഴിലവസരങ്ങൾ തുറന്നു നൽകുന്നതിന് വിദഗ്ധ പരിശീലനവുമായി അഗ്രോ സെന്റർ രംഗത്ത് വന്നത്. കാർഷിക യന്ത്രങ്ങളുടെ ഉപയോഗത്തിന് പ്രാമുഖ്യം നൽകിക്കൊണ്ട് 20 ദിവസത്തെ പരിശീലനമാണ് ഒരുക്കുന്നത്. 15 പേരെയാണ് ഇതിലേക്കായി തിരഞ്ഞെടുത്തിട്ടുള്ളത്. നീലേശ്വരം അഗ്രോ സർവീസ് സെന്ററിന്റെ നേതൃത്വത്തിൽ കൊയ്ത്ത് മെതിയന്ത്രത്തിന്റെ പരിശീലനം ഇപ്പോൾ പുരോഗമിച്ചു വരികയാണ്. കുറുന്തൂരിലെ കറുത്തകുഞ്ഞിയുടെ പാടശേഖരത്തിലാണ് പരിശീലനം. പദ്ധതിയേറെ പ്രതീക്ഷയ്ക്ക് വക നൽകുന്നതാണെന്ന് പരിശീലനാർത്ഥികൾ പ്രതികരിച്ചു. കൃഷിവകുപ്പിലെ കാർഷിക എഞ്ചിനീയറിംഗ് വിഭാഗത്തിൻ്റെ നേതൃത്വത്തിൽ 2014-15 സാമ്പത്തിക വർഷത്തിലെ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് നീലേശ്വരം അഗ്രോ സർവീസ് സെൻറ്ററിന് വിവിധ യന്ത്രങ്ങളുടെ പരിശീലനം നൽകി വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഈ കമ്പൈൻ ഹാർവെസ്റ്ററിൻ്റെ പരിശീലനം നൽകുന്നത്. ഇതിന് പദ്ധതിയിലാകെ 1,50,000 രൂപയാണ് വകയിട്ടിട്ടുള്ളത് ഈ പരിശീലനത്തിന് വേണ്ടിയിട്ട്. ഇതിന് 15 ആൾക്കാർക്കാണ് ഈ പരിശീലനം. 15 തിരഞ്ഞെടുത്ത കാർഷിക അഗ്രോ സർവീസ് സെൻറ്ററിലെ യുവാക്കളും യുവതികളും അടങ്ങിയിട്ടുള്ള സംഘത്തിനാണ് പരിശീലനം നൽകുന്നത്. നിലവിൽ അവർക്ക് 2 ദിവസം പരിശീലനം വിവിധങ്ങളായിട്ടുള്ള യന്ത്രങ്ങൾ നൽകി. ഇത് 3ാമത്തെ ദിവസമാണ് പരിശീലനം നൽകുന്നത്. ഇതിന് കാർഷിക യന്ത്രവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് കാസർഗോഡ് ജില്ലയിൽ ആദ്യമായിട്ട് വന്നിട്ടുള്ളതാണ് ഈ കമ്പൈൻ ഹാർവെസ്റ്ററിൻ്റെ പരിശീലനമാണ് ഇന്നും നാളെയും 3 ദിവസങ്ങളിലായിട്ട് കൊടുക്കുന്നത്. ഗ്രാമങ്ങളിൽ ജൈവ പച്ചക്കറിയുടെ സമൃദ്ധി. സന്നദ്ധ സംഘടനകളും CPM പോലുള്ള രാഷ്ട്രീയ പാർട്ടികളും രംഗത്തിറങ്ങിയതോടൊപ്പം കൃഷിഭവനുകളുടെ നേതൃത്വത്തിലും പച്ചക്കറി കൃഷി വ്യാപിപ്പിക്കാൻ വിപുലമായ പരിപാടികളാണ് ആവിഷ്കരിച്ചിട്ടുള്ളത്. പച്ചക്കറി കൃഷിയിൽ അന്യസംസ്ഥാനങ്ങളുടെ കുത്തക നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഗ്രാമീണ മേഖലയിലെ പച്ചക്കറി വിപ്ലവം ഗൗരവമായി കണക്കിലെടുക്കേണ്ടതാണെന്ന് ഈ മേഖലയിലെ വിദഗ്ധർക്കും അഭിപ്രായമുണ്ട്. ഗ്രാമങ്ങളിൽ ഇത് വിളവെടുപ്പ് കാലം കൂടിയാണ്. ഓരോ വിളവെടുപ്പ് കേന്ദ്രത്തിലും ഉത്സവാന്തരീക്ഷത്തിലാണ് ആളുകൾ തടിച്ചുകൂടുന്നത്. അവരെല്ലാം എത്രമാത്രം കൃഷിയെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ തെളിവ് കൂടിയാണ് ഇത്. മടിക്കൈ പഞ്ചായത്ത് കൃഷിഭവന്റെ സമഗ്ര പച്ചക്കറി പദ്ധതി വികസന പദ്ധതിയുടെ ഭാഗമായി അടുക്കത്ത് പറമ്പ് സോപാനം പുരുഷ സംഘം നടത്തിയ പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് നടന്നു. 50 സെന്റ് സ്ഥലത്ത് പയർ, വെണ്ട, കപ്പ എന്നിവയാണ് കൃഷി ചെയ്തത്. കൃഷി ഓഫീസർ രമേശ്, PV ഗോപാലൻ, PK രതീഷ്, C ധനേഷ്, P സുരേശൻ എന്നിവർ നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
ചോദ്യപേപ്പർ ചോർച്ച, സർക്കാർ ഓഫീസുകളിലേക്ക് SFI മാർച്ച്. കുഡ്ലു ബാങ്ക് കവർച്ച, പോലീസ് അന്വേഷണം ശക്തമാക്കി. ADGP സ്ഥലം സന്ദർശിച്ചു. അജാനൂർ മിനി ഹാർബർ സർവേ പ്രവർത്തനങ്ങൾ തുടങ്ങി. തുറമുഖ വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി. ലോക സാക്ഷരതാ ദിനം വിവിധ പരിപാടികളോടെ ആചരിച്ചു. സാക്ഷരതാ ദിന റാലിയും നടന്നു. ദേശീയ അധ്യാപക പുരസ്കാരം ഏറ്റുവാങ്ങിയ കൊടക്കാട് നാരായണനെ കാഞ്ഞങ്ങാട്ട് സ്വീകരണം. അനന്തപത്മനാഭനെ ഉപാസിച്ച മരുതമ്പാടി നാരായണൻ പത്മനാഭന് പുല്ലൂർ കണ്ണച്ചൻ ദേവസ്ഥാനത്ത് സ്വീകരണം. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.